3 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ട് നല്ല രീതിയിൽ പോയി ആൾക്കാരെ കണ്ടു. നീ അങ്ങനത്തെ വലിയ വർത്താനം പറയണ്ട. ഇതിന്റെ അടിയിലെ കമന്റ് കാര്യങ്ങളൊക്കെ ഞാനും വായിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ ചിന്തിക്കണം. കമന്റിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മൾ സാധാരണ കമന്റ് എടുക്കുമ്പോൾ അങ്ങനെ സാധാരണ വരുന്ന നല്ല പോസിറ്റീവ് കമന്റ്സാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഇട്ടത് മൊത്തം ഇവൻ കഞ്ചാവാണ്, ഇവൻ എന്തായി കാണിക്കുന്നത്, ഇവൻ ഫോൺ എടുത്തെറിയുന്ന പാവങ്ങൾക്ക് കൊടുക്കും ഫോണ്, പിന്നെ പറയുന്നത് എന്താണ് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു. അതിപ്പം എല്ലാരും അറിഞ്ഞിട്ടില്ല. ലോകത്ത് എവിടെയും സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അല്ല ഇപ്പൊ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു, അത് മനസ്സിൽ വെച്ചുകൂടാന്നൊക്കെ ചോദിച്ചു. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, മനസ്സിൽ വെച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് ഒരാളെടുക്ക് മനസ്സിൽ വെച്ചുകൂടെ എന്ന് ചോദിച്ചതിനാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചിട്ട് ഒരു ചേച്ചി വന്നിട്ട് ഇന്റർവ്യൂ എടുത്ത് അതും പോയിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി ഉണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ബാക്കിയുള്ള നോക്കുക, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോ ഇല്ലല്ലോ എന്ന്. അതൊരു ചേച്ചി വന്നിട്ട് ഞാൻ വേറൊരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ ആ ചേച്ചി വന്നിട്ട് ഒരു ചാനലിന്റെ ഇതായിരുന്നു, ഒരു ചെറിയൊരു ഇത് ലൈവ് പോയിട്ട് അങ്ങനെ. അപ്പൊ ചേച്ചി വന്നിട്ട് ഇത് തന്നെ ചോദ്യം, എന്താണ് നിങ്ങൾ തമ്മിൽ പറഞ്ഞത്, എന്താണ് നിങ്ങൾ? കുത്തി കുത്തി ചോദിച്ചു. ഞാൻ ചേച്ചി നിങ്ങൾക്ക് ഈ അല്ലാണ്ട് ചോദ്യം വേറെ ഒന്നും ഇല്ലേ, നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ഞാൻ ചോദിച്ചാ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ അപ്പൊ അന്നത്തെ കാലത്തും അതിന്റെ അടിയിൽ കമന്റ് എന്താ അറിയോ, ഇവൻ എന്താണ് കല്യാണം കഴിച്ചൊക്കെ എല്ലാവർക്കും പറയാൻ ഡിവോഴ്സ് ആയത് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ നേരെ ഉൾട്ടാ, പറഞ്ഞത് നിനക്ക് മനസ്സിനുള്ളിൽ വെച്ചാ പോലെ എന്ത് ചെയ്താലും ഇതേപോലെയുള്ള നിന്നെ ഈ അടക്കമുള്ള നിന്നെ പറയണല്ലോ എന്ന് വെച്ചാൽ നീ അടക്കമുള്ള എല്ലാവരും കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനിടക്ക് കണ്ടില്ലേ DNA-യുടെ ലേഡി ചോദിച്ച ചോദ്യം ശുദ്ധ തെമ്മാടിത്തരാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. നീ എങ്ങാനും അങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ എന്റെ അടുത്ത് ഇപ്പൊ കടന്നു കൊടുത്തിട്ടാണോ ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് പറ്റൂല. അതെന്തോ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഈ കടന്നു കൊടുത്ത് നിങ്ങളാണ് അടുത്തിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിച്ചേനെ? ഞാനാണ് അടുത്തിരുന്നെങ്കിൽ ചിലപ്പോ 4 പച്ചത്തെറി വിളിച്ചേനെ. ഇപ്പം ഷൈൻ ടോജൊക്കെ ആയിട്ട് നീ പറഞ്ഞല്ലോ, ഇനി ശ്രീനാഥ് ബാസി ആയിട്ടും കൂടി മാറിയിട്ട് വന്നേ, ജിഷനായിട്ട് മാറിയല്ലേ, ഞാൻ ഉറപ്പായിട്ടും തെറി വിളിച്ച് ഞാൻ ചോദിക്കും. എന്നുവെച്ചാൽ കടന്നു കൊടുത്ത് പിന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്നത്? നമ്മൾ ഈ കിടക്കുന്ന സമയത്ത് നമുക്ക് അതാ കിടന്നിട്ടുള്ള സീനല്ലേ അഭിനയിക്കാൻ പറ്റും. നീ അപ്പൊ എന്ത് കിടക്കുന്ന സമയത്ത് അതെ കിടക്കുന്ന സമയത്ത് അഭിനയിക്കാൻ എങ്ങനെ പറ്റുക? നമുക്ക് നിന്നിട്ടുള്ള ഷോട്ടുകൾ അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ടെടുക്കുവോ, അല്ലെ കട്ടിൽ കുത്തനെ വെച്ചിട്ടെടുക്കുവോ? ഇല്ലല്ല. അപ്പൊ ആ ചോദ്യം അത് വളരെ മോശമായി. പക്ഷെ അത് നമ്മളെ എല്ലാ ഇന്റർവ്യൂവിനെ ബാധിച്ചു എന്നുള്ളത്, നമ്മളെ എല്ലാ ആങ്കേഴ്സിനെ ബാധിച്ചു. ഒന്നാമതെന്താ അറിയോ, ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് ഒരു ഇങ്ങനെ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവർ പ്രിപ്പയർ ചെയ്ത് വെക്കും. ചിലത് പറയും ഇന്നത് നമ്മൾ ചോദിക്കാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലത് ഇവരെ നമ്മളെ കൂടെയുള്ളവരുടെ പറയില്ല, പറയാതെ അവർ ഷൂട്ട് ചെയ്ത് ചോദിച്ചിട്ട് അന്നേരം കിട്ടുന്ന അതെന്തുകൊണ്ട് വൈറലായി? ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ കിടന്നു കൊടുത്തിട്ടാണ് അപ്പൊ കിടന്നു കൊടുത്ത അല്ല എന്നാ പിന്നെ ഇവര് മിയാ ഖലീഫിനോട് ചോദിക്കട്ടെ അല്ലേ, അല്ലെങ്കിൽ സണ്ണി ലിയോനോട് ചോദിക്കട്ടെ, എന്തേ അവര് പറയും അതെ. ഇപ്പൊ ഈ മിയാ ഖലീഫിന്റെ അടുത്തും നമ്മുടെ സണ്ണി ലിയോന്റെ അടുത്ത് ചോദിച്ചു, ഓ എല്ലാരും പേര് കറക്റ്റായിട്ട് അറിയാം ചേട്ടാ, ഇത് പഠിച്ചു വെക്കണ്ട ചേട്ടാ, ഇതൊക്കെ മാത്രം പഠിച്ചു വെച്ചാൽ മതി എനിക്ക്. പിന്നെ അപ്പൊ ഇവരൊക്കെ ചോദിച്ചാൽ പോലും അവര് പോലും ചിലപ്പം തെറി വിളിച്ചിട്ടുണ്ട്, അടിക്കും, അത് ഉറപ്പായിരിക്കും. എനിക്ക് തോന്നുന്നു അഷ്കർ സൗദാനും ആ കുട്ടിയും ഹനാൻ അല്ലേ, അവർ രണ്ടുപേരും കുറച്ചും കൂടി വളരെ മാന്യമായിട്ടാണ് അവര് ബിഹേവ് ചെയ്തത്. ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തത് അത് ഹേർട്ട് ചെയ്യുന്നത് കുട്ടികളടുത്ത് പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പറയാണ് ആസ് എ ആങ്കർ ഇന്ന് വരെ ഒരു നിമിഷം വരെ അങ്ങനെ ചില ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഉണ്ട് ഈ എന്നുവെച്ചാൽ ഈ പറയുന്ന എന്താ പറയാ, നമ്മള് വൈറലാവാൻ കിട്ടുന്ന ചെറിയ കണ്ടന്റുകൾ എല്ലാത്തിലും നമ്മളിപ്പം വേറെ നമ്മളിപ്പോ സ്റ്റാർ മാജിക് ആയാലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ആയാലും എന്തിലായാലും ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഈ കണ്ടന്റ് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലാണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ല നമ്മൾ കഴിഞ്ഞ നിങ്ങളുടെ ഇന്റർവ്യൂ ഇട്ടത്, നെഗറ്റീവ് ഏതാണത്? പോസിറ്റീവ് അല്ല. ഇതിന് പറയുന്ന ഞാൻ ഇത് പറയുന്ന തംബ്നെയിൽ വരെ നമുക്ക് കൺഫ്യൂഷൻ ആക്കി ആൾക്കാരെ ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കുന്ന തംബ്നെയിൽ ഇടണം. ഇതൊക്കെ ഇതിന്റെ ട്രിക്കാണ്. പക്ഷെ അത് നെഗറ്റീവായിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. കൊല്ലുവോ? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ആ ഇന്റർവ്യൂവിൽ ചോദിച്ചത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു പെൺകുട്ടിയോടും അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ. അത് പെണ്ണിനോട് ചോദിക്കുമ്പോൾ അത് കേസാവില്ല. അതുകൊണ്ടായിരിക്കും ആ പെണ്ണെ കൊണ്ട് ചോദിക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാ, ഇവരടുത്താണ് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ
ഇവരുടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഇവർക്ക് അറിയില്ലേ ഞാനൊരു പെണ്ണാണ് ഞാനത് ചോദിക്കാൻ അത് ഈ ബിഹൈൻഡ് ദ ക്യാമറയിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇന്ന പോലെ ചോദിച്ചു ഒരു കുഴപ്പമില്ല, അവർക്ക് റീച്ചാണ് വലുത്. പക്ഷെ ഒരു പെൺകുട്ടിയോട് ഒരു ആർട്ടിസ്റ്റിനോടാണ് ചോദിച്ചതെന്നുള്ളൊരു ആ പെൺകുട്ടി ആയതുകൊണ്ടാണ് മാന്യത അത്രയും രോഷമായിട്ട് സംസാരിച്ചിട്ടും ഇറങ്ങിപ്പോയത്. പിന്നെ അത് അവരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട്